ഹലോ മൈ ഗൈസ്. അപ്പോൾ എന്ത് കഥ? അപ്പോൾ പൊരലിരുന്നിട്ട് ബാന പിടിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ മെല്ലെ കാസർഗോഡേക്ക് വന്ന് എന്തെങ്കിലും നല്ല ഫുഡ് കാര്യമായ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ കാസർഗോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ കാര്യമായ ഐറ്റംസ് കാണിച്ചു തരാം. എന്ത് നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പോൾ ഫൈനലി കുറേ ഫുഡ് സ്പോട്ട് നമ്മൾ തപ്പി ഏടെ കിട്ടിയിട്ടാ. അപ്പോൾ ഫൈനലി കാസർഗോഡ് ബർഗറിലോ എന്ന് പറഞ്ഞൊരു കഫെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര സ്പെഷ്യൽ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ കയറിയിട്ട് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുന്നത് എന്ത് കഥയെന്ന്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലാട്ടാ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫാമിലീസ് ആയിട്ട് അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുൾ എൻജോയ് ആക്കിയിട്ട് പോവാം. ഇവിടെ ഒരുത്തിന് ഭയങ്കരത്തിൽ കാര്യമായിട്ട് മെനു നോക്കുന്നുണ്ട്. നോക്കട്ടെ എന്ത് ഓർഡർ ആക്കുന്നതെന്നൊന്ന് നോക്കാം. കുറേ നേരമായി ഇവിടെ പേപ്പർ മറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്കട്ടെ എന്ത് കഥയെന്ന്. ഗൈസ് അപ്പോൾ ചെക്കൻ മറിച്ച് നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇതാ സാധനം വന്നിട്ടുണ്ട്. അത് ഒന്നൊന്നര ഐറ്റം തന്നെ. അപ്പൊ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ പേരാണ് മെക്സിക്കൻ തവ ചിക്കൻ. അപ്പൊ ഞാനൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുന്നത് എന്ത് കഥയെന്നില്ലേ. എന്നിട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് ഞാൻ അറിയിക്കും. ഓക്കെ. അപ്പൊ തവ ചിക്കൻ മാത്രം തിന്നിട്ട് കാര്യമില്ല അല്ലേ. അതിന്റെ ഒക്കെ എന്തൊക്കെ കുടിക്കണോ അല്ലേ, ഇല്ലെങ്കിൽ തൊണ്ട കുടുങ്ങുപ്പാ എന്തെങ്കിലും ആയിപ്പോയെങ്കിൽ. അങ്ങനെ അതിൻ്റെ ഒന്നിച്ച് കാര്യമായ ഒരു മൊജിറ്റവും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് കഥയെന്നില്ല കുടിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം നിങ്ങളോട്. തവ ചിക്കൻ എടുത്ത് ഒരു രക്ഷയില്ലാട്ടാ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെ. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിനി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലോ എന്നില്ല നമുക്കറിയില്ല. പിന്നെ അതിൻ്റെ ഒന്നിച്ച് മൊജിറ്റോ ആണെങ്കിൽ ഇവിടെ എത്രയോ ഫ്ലേവേഴ്സിലുള്ള മൊജിറ്റോ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്നിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കും. ഗൈസ് അപ്പൊ നമ്മ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങി. അങ്ങനെ ഇപ്പൊ നേരെ കാഞ്ഞങ്ങാടേക്ക് പോവാന്ന്. അപ്പൊ യോൻ ഇവിടെ എന്തല്ലോ ബടായി ഇളക്കിക്കൊണ്ടുണ്ട്. അപ്പൊ യോന്റെ ബടായി കേട്ടിട്ട് ഇങ്ങനെ മെല്ലെ പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെക്കൻ കാർന്ന് ഒരു ജാതി ചെവിയിൽ ചെല്ലുന്നു. അനക്ക് ഉപ്പിലിട്ട വേണോന്ന്. പിന്നെ ഒന്ന് നോക്കിയിട്ട് നേരെ വിട്ട് സീ പാർക്കിലേക്ക്. അങ്ങനെ ബാണ്ടത് എടുത്തിട്ട് തിന്നോന്ന് പറഞ്ഞു. ഇവിടെ പല വെറൈറ്റി ഐറ്റംസ് ഉപ്പിലിട്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഫാമിലീസും അതേപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് രാത്രി ഇങ്ങനെ നൈറ്റ് ഹോട്ടലിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഉപ്പിലിട്ട് ഇങ്ങനത്തെ എല്ലാം തിന്ന് എന്തോ ഒരു മജയെന്ന് വെച്ചാൽ എന്തോ ഒരു മജ. അപ്പൊ ഫുഡെല്ലാം കഴിച്ച് ഉപ്പിലിട്ടെല്ലാം തിന്നിട്ട് ഇപ്പൊ ഞമ്മ മെല്ലെ ഒന്ന് പുരക്കേക്ക് പോന്ന്. അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ.